അടിസ്ഥാനത്തിൽ എണ്ണമില്ലാതെ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് ഒഴുകുന്നു. അപ്രതീക്ഷിതമായി പലതും വിജയിക്കുന്നു, പരാജയപ്പെടുന്നു. എങ്കിലും വീണ്ടും വീണ്ടും പരീക്ഷണ ചിത്രങ്ങൾ നിർമ്മിക്കാനും അവ ടിക്കറ്റ് എടുത്ത് കാണാനുമുള്ള മലയാളികളുടെ വ്യഗ്രത സിനിമാ മേഖലയെ സംബന്ധിച്ച് എപ്പോഴും പ്രശംസാർഹമാണ്. 2024 തുടങ്ങിയതിനു ശേഷം എണ്ണമറ്റ ഹിറ്റുകൾ സമ്മാനിച്ച മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനിരിക്കുന്ന 3 3D ദൃശ്യവിസ്മയങ്ങളും ചർച്ചയാകുമ്പോൾ മൂന്നിനും പ്രത്യേകതകൾ ഏറെയാണ്. മലയാള ചലച്ചിത്ര ലോകത്ത് കോളിളക്കം സൃഷ്ടിക്കുകയും വിസ്മയം തീർക്കുകയും ചെയ്ത 40 വർഷമായി കൾട്ട് പദവിയിൽ തുടരുന്ന വൻ ഹിറ്റ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ മാത്രമേ നിലവിൽ മലയാളത്തിലെ 3D ചിത്രം എന്ന ടാഗ്ലൈനിൽ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇനി അത് മാറും. ബറോസ്, നിധി കാക്കുന്ന ഭൂതം, അജയന്റെ രണ്ടാം മോഷണം, കത്തനാർ എന്നീ ചിത്രങ്ങൾ ഒരുപാട് പ്രത്യേകതകളോടെ തിയേറ്ററുകളെ മായാജാല വേദിയാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ആദ്യം വരാൻ പോകുന്നത് ബറോസ്. മോഹൻലാൽ നായകനാകുന്ന 45 വർഷത്തെ നടനം എന്നതിലപ്പുറം ഒരു സംവിധായകനായി അമ്പരപ്പിക്കാൻ ഒരുങ്ങുന്ന, ഇതുവരെ കാണാത്ത തരം പ്രത്യേക ഗെറ്റപ്പിലെത്തുന്ന ചിത്രം. 1984 ഹിറ്റായ വിസ്മയം മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ലിജോ പുന്നൂസിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രം. സന്തോഷ് ശിവന്റെ ക്യാമറ. മലയാളം ഇന്നോളം കാണാത്ത മുടക്കുമുതൽ. ഇത്രയൊക്കെ ഘടകങ്ങൾ പോരെ കാത്തിരിക്കുന്നവരെ അക്ഷമരാക്കാൻ. ആരാധകർ മാത്രമല്ല ബറോസിനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ നിധി കാക്കുന്ന ഭൂതമാണ് മോഹൻലാലിന്റെ കഥാപാത്രം ബറോസ്. 400 വർഷമായി താൻ കാക്കുന്ന വാസ്കോഡ ഗാമയുടെ അമൂല്യ സമ്പത്ത് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് കൈമാറാൻ ശ്രമിക്കുന്നതാണ് ഇതിവൃത്തം. ഇന്ത്യൻ അഭിനേതാക്കൾക്കും അപ്പുറം ഇന്റർനാഷണൽ താരങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ചിത്രത്തിന്റെ താരനിര. അടുത്ത പ്രതീക്ഷ ടൊവിനോ തോമസ് ആദ്യമായി ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രമാണ്. അജയന്റെ രണ്ടാം മോഷണം. കളരിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രം. 1900, 1950, 1990 എന്നീ കാലഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ പറയുന്നത്. 3 തലമുറയിൽപ്പെട്ട 3 കഥാപാത്രങ്ങളെയാണ് ടൊവിനോ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി എന്നിവരാണ് 3 കാലഘട്ടത്തിലെയും ഫീമെയിൽ ലീഡിംഗ് റോൾസ്. മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളാണ് ടൊവിനോ ചെയ്യുന്നത്. 60 കോടിയാണ് നിർമ്മാണ മുടക്ക്. മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ് ഫാന്റസി ഫിലിം ലോകത്തേക്ക് കാലുറപ്പിച്ചപ്പോൾ ലഭിച്ച സ്വീകാര്യത ഈ ചിത്രത്തിൽ ഗുണപ്രദമാകുമെന്നാണ് വിശ്വാസം. അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരള പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കത്തനാർ ദി വൈൽഡ് സോസർ എന്ന ജയസൂര്യ അനുഷ്ക ഷെട്ടി ചിത്രം. ഫാന്റസി ഹൊറർ നാടകമായ കത്തനാറിന്റെ ഫാന്റസിയും ആക്ഷനും ഹൊററും ഒക്കെ കൂട്ടിയിണക്കി നിർമ്മിക്കുന്ന ഈ ചിത്രമാണ് 3ാമത്തെ പ്രതീക്ഷ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വെർച്വൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ആദ്യ ചിത്രം കൂടിയാകും കത്തനാർ. ചിത്രീകരണത്തിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ജയപരാജയങ്ങൾക്കും അപ്പുറം പുതിയ ടെക്നോളജികളും ദൃശ്യവിസ്മയങ്ങളും അത്ഭുത കാഴ്ചകളും ലോകത്തിന്റെ മുന്നിലേക്കെത്തും. മലയാള സിനിമ ലോക സിനിമ ഇൻഡസ്ട്രിയിൽ കയ്യൊപ്പ് ചാർത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.